Good morning, dear students. How are you all? Hope all are fine. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്ത് എക്സസൈസും ചെയ്തു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ചാപ്റ്റർ 2 വിൻഡോസ് 7 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് 18. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിൻഡോസ് 7? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിൻഡോസ് 7 എന്തായിരിക്കും? അതിനു മുമ്പ് നമ്മൾ പഠിക്കണം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന്. അപ്പോൾ വിൻഡോസ് 7 ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ആക്ട്സ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ കമ്പ്യൂട്ടർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അതിലൊരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഇടനില നിൽക്കുന്ന ആളായിട്ട്, ആരുടെയൊക്കെയാണ്? യൂസറിൻ്റെയും കമ്പ്യൂട്ടറും. യൂസർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പോയി ഉപയോഗിക്കുന്നയാളാണ് യൂസർ. അപ്പോൾ കമ്പ്യൂട്ടറിനും യൂസറിനും ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയണം. അപ്പോൾ നമ്മൾ വേറൊരാളോട് പറയിപ്പിക്കുന്നു. അതാണ് മീഡിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടറിനും യൂസറിനും ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്ററാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി എല്ലാ കമ്പ്യൂട്ടറും അല്ലെ ലാപ്ടോപ്സും ഒക്കെ നമ്മളത് ഓൺ ചെയ്ത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ പ്രവർത്തിക്കത്തില്ല. അപ്പോൾ ആരായിരിക്കും ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചയാൾ? അത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനാണ് ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കണ്ടുപിടിച്ചത്. നമുക്ക് പല സൈസുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം മീൻസ് വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അവനിങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പിക്ചറാണ് നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ വിൻഡോസ്, MS-DOS, ലിനക്സ്, യുനിക്സ് ആൻഡ് മാക് ഓസ്, ഇങ്ങനെ വിൻഡോസ് 10, ഇങ്ങനെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഉണ്ട്. വിൻഡോസ് 10 ഈസ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രം മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. ഈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻകാർ ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 10. ഇപ്പോൾ വിൻഡോസ് 10 എല്ലായിടത്തും ആയി വരുന്നുണ്ട്. എന്നാലും എല്ലാവരും തന്നെ വിൻഡോസ് 7 ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് നമ്പർ 18 മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻകാർ ഇറക്കിയിരിക്കുന്ന വിൻഡോസിൻ്റെ പല വേർഷൻസും ഫിഗർ കാണാം. വിൻഡോസ് വിസ്റ്റാളം, വിൻഡോസ് 7, വിൻഡോസ് 98, വിൻഡോസ് 8 അങ്ങനെ കാണാം. നിങ്ങൾക്ക് കണ്ടോ നിങ്ങളെല്ലാവരും? വിൻഡോസ് 7 ഈസ് വൺ ഓഫ് ദ പോപ്പുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ദ വേൾഡ്. വിൻഡോസ് 7 ആണ് ഈ ലോകത്തിലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് യൂസർ ഫ്രണ്ട്ലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സിമ്പിൾ ആൻഡ് ഈസി ടു യൂസ്. അപ്പോൾ ഇത് ഒരു യൂസർ ഫ്രണ്ട്ലി എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു നല്ലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ടറിൽ വർക്ക്സുകളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് GUI ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഗ്രാഫിക്കൽ പിക്ചേഴ്സും ചെറിയ സിമ്പിൾ മെനൂസൊക്കെ യൂസ് ചെയ്ത് ഈസി ആയിട്ട് വിൻഡോസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു പേരുണ്ട്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം GUI. വിൻഡോസ് 7 വർക്കിംഗ് സ്പേസ്, ആ ഫ്രണ്ടിൽ വർക്കിംഗ് ഏരിയ കാണുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കേ, അവിടെ ഒരു ബ്ലൂ കളർ ഫിഗർ കാണുന്നില്ലേ? അതാണ് നമ്മുടെ വർക്കിംഗ് ഏരിയ. അതിനൊരു നെയിമുണ്ട്, ഡെസ്ക്ടോപ്പ്, DESKTOP, ഡെസ്ക്ടോപ്പ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണത്. ദ വർക്കിംഗ് ഏരിയ ഓഫ് വിൻഡോസ് 7 ഈസ് കോൾഡ് ദ ഡെസ്ക്ടോപ്പ്. ഡിഫറെൻ്റ് ഐറ്റംസ് ആർ അറേഞ്ച്ഡ് ഓൺ ദ ഡെസ്ക്ടോപ്പ്. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പല ഐറ്റംസ് അറേഞ്ച് ചെയ്തിങ്ങനെ വെച്ചിരിക്കുവാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫിഗറിൽ നിങ്ങൾ കാണുന്നില്ലേ, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഫിഗേഴ്സൊക്കെ കുഞ്ഞായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ ഡെസ്ക് ടോപ്പ് എന്തിനായിരിക്കും അങ്ങനെ വിളിക്കാൻ കാരണം, നമ്മുടെ ടേബിളിൽ ഡെസ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മോണിറ്ററിൽ ഡെസ്ക് ടോപ്പിൽ ഐക്കൺസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സേവ് ചെയ്ത് വെക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കണ്ടോ, നമ്മുടെ ഡെസ്ക് ടോപ്പിലുള്ള പല പല ഫിഗേഴ്സാണ് മിസ്സ് കാണിക്കുന്നത് കണ്ടോ. അവിടെ ഐക്കൺസും ടാസ്ക് ബാർ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നും എന്താണെന്ന് ഇപ്പോൾ പഠിക്കാം. ഒന്നുകൂടെ പറയാൻ, ഡെസ്ക് ടോപ്പിൽ ഐക്കൺസ്, സ്റ്റാർട്ട് മെനു, ടാസ്ക് ബാർ, ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് ഇതൊക്കെ നമ്മുടെ ഡെസ്ക് ടോപ്പിൽ കാണും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ കാണുന്ന ഫിഗറിൽ കണ്ടോ ഐക്കൺസ് ഞാൻ മിസ് അടുത്ത് വെച്ച് കാണിച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കോളംസ് നിങ്ങളുടെ പേരൻസിൻ്റെ ഒക്കെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ കണ്ടിട്ട് കാണും. ഇതാണ് ഐക്കൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞില്ലായിരുന്നോ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കണ്ടോ, അവിടെ ഒരു റൗണ്ടിലൊരു പിക്ചർ കാണുന്നത്, അതാണ് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇടാൻ സാധിക്കും. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. നിങ്ങൾ കണ്ടോ സ്ക്രീനിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് പിക്ചറൊക്കെ കൊടുത്തിട്ട് ഒരു ഡെസ്ക് ടോപ്പാണ് മിസ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഐക്കൺസ് കണ്ടു, ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കണ്ടു. ഇനി അടിയിലൊരു ബാറുണ്ട്, അതാണ് ടാസ്ക് ബാർ. ടാസ്ക് ബാർ ഡെസ്ക് ടോപ്പിൻ്റെ ബോട്ടത്തിലാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ, നേരെ ഏറ്റവും ബോട്ടത്തിലൊരു നീണ്ടൊരെണ്ണം കാണുന്നത്, അതാണ് ടാസ്ക് ബാർ. അവിടെ എന്തൊക്കെയുണ്ട്, സ്റ്റാർട്ട് ബട്ടൺ, ക്വിക്ക് ലോഞ്ച് ഐക്കൺസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അതായത് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ആക്കുന്ന എല്ലാം ആ ടാസ്ക് ബാറിൽ ഇങ്ങനെ ഓൺ ആയിട്ട് കിടക്കും. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ഏതാണോ പ്രോഗ്രാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാണിക്കും, ആ ടാസ്ക് ബാറിൽ അവിടെ കാണും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കി ഞാൻ ചെറുതായിട്ട് കാണിച്ചിരിക്കുന്ന അവിടെ ഏതൊക്കെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കിടപ്പുണ്ടെന്നൊക്കെയാണ് അവിടെ ഓൺ ചെയ്ത് കിടക്കുന്നത്. അതാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഐക്കൺസ്. നമ്മൾ ഐക്കൺസിനെ പറ്റി ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഇതിന് മുമ്പ് മിസ് ഒരു പ്രാവശ്യം പറഞ്ഞു ഐക്കൺസ് എന്താണ്, പിന്നെ എന്താണ് ടാസ്ക് ബാർ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് ഡെസ്ക് ടോപ്പിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ഡെസ്ക് ടോപ്പിലുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഐക്കൺസ്. ഇപ്പം നിങ്ങൾ ഫിഗറിൽ കാണുന്നതാണ് പല പല ഐക്കൺസ് കേട്ടോ. ഐക്കൺസ് ആർ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് പ്രോഗ്രാംസ് ഓർ ഫയൽസ്. ഐക്കൺസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ അല്ലെ ഫയലിൻ്റെ ഒരു പിക്ചറായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഫോൺ നന്നായിട്ട് യൂസ് ചെയ്തറിയാമല്ലോ. അപ്പോൾ ഫോണിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, നമുക്ക് വാട്സപ്പിൻ്റെ ഒരു സിമ്പിൾ വന്ന് കിടക്കും. ഗൂഗിൾ എടുക്കണേ, ഗൂഗിളിൻ്റെ സിമ്പലുണ്ട്. അതുപോലെ നമ്മൾ മെസ്സേജിന്, അതുപോലെ കോളിങ്ങിന്, ഇതിനൊക്കെ ഓരോരോ കുഞ്ഞു സ്ക്വയർ ബോക്സിൽ ഓരോ സിമ്പിളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക് ടോപ്പിൽ ഓരോരോ ഐറ്റത്തിനും ഓരോരോ സിമ്പലുണ്ട്. അതാണ് ഈ ഐക്കൺസ് എന്ന് പറയുന്നത്. ICONS ഐക്കൺസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായില്ലേ? നമ്മുടെ ഫോണിൽ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഓരോ പ്രോഗ്രാമിനും ഓരോ സിമ്പിളില്ലേ. വാട്സപ്പ് ആണെങ്കിൽ നമുക്ക് എന്താണ് വാട്സപ്പിൻ്റെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് വാട്സപ്പാണ്, നമ്മൾ ടച്ച് ചെയ്യുന്നു, ഓൺ ആക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോരോ പ്രോഗ്രാം കമ്പ്യൂട്ടറിനുണ്ട്, അല്ലെങ്കിൽ ഓരോ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഇതുപോലെ ഓരോ ഐക്കണായിട്ട് നമുക്ക് ഡെസ്ക് ടോപ്പിൽ കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഐക്കൺസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? നമ്മുടെ മൗസ് ഉപയോഗിച്ച് മൗസിൻ്റെ പോയിൻ്റർ കൊണ്ടുപോയി ഈ ഐക്കണിനെ ടച്ച് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഓപ്പൺ ചെയ്യും. നമ്മൾ ഫോണിലാണെങ്കിൽ ടച്ച് സ്ക്രീനാണ്, നമ്മൾ വാട്സപ്പിൽ പോയി ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ വാട്സപ്പ് ഓണായി വരും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമുള്ള ഐക്കണിൽ നമ്മൾ എന്ത് പോയി ചെയ്യും, ഒന്ന് വിരൽ കൊണ്ട് ടച്ച് ചെയ്യും, ഫിംഗർ കൊണ്ട്. അതുപോലെ മൗസ് ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐക്കൺ ഓപ്പൺ ആയിട്ട് വരും. സോ ഇന്ന് നമ്മൾ ചാപ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്തു. വിൻഡോസ് 7 എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ആക്ട്സ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനും യൂസറിനും ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്ററാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ പപ്പാടെ അടുത്ത് അവതരിപ്പിക്കാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുന്ന പോലെ, അപ്പോൾ അമ്മ അവിടെ ഒരു മീഡിയേറ്ററാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു മീഡിയേറ്ററാണ് നമ്മുടെ വിൻഡോസ് 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഈ വിൻഡോസ് 7 എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആരാണ് മേക്ക് ചെയ്തത്? മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. നമ്മൾ എക്സാമ്പിൾസ് ഓഫ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്: വിൻഡോസ്, MS-DOS, ലിനക്സ്, യൂണിക്സ് ആൻഡ്
അങ്ങനെ ഒത്തിരി എണ്ണം ഉണ്ട്. വിൻഡോസിൽ തന്നെ നമുക്ക് പല പല വേർഷൻസ് ഉണ്ട്. അത് നമ്മൾ കണ്ടു, നമ്മുടെ പേജ് 18 പല പല വിൻഡോസിൻ്റെ കണ്ടു. ഇനി എന്താണ്, ഇനി വിൻഡോസ് 7 ആണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് 7 ഡെസ്ക് ടോപ്പ് ഉണ്ട്. ഡെസ്ക് ടോപ്പിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഐക്കൺസ്, സ്റ്റാർട്ട് മെനു, അതുപോലെ ടാസ്ക് ബാർ, ബാക്ക്ഗ്രൗണ്ട് പിക്ചർ. ഇപ്പോൾ ഫിഗറിൽ കാണുന്നില്ലേ, ബാക്ക്ഗ്രൗണ്ട് പിക്ചറും ഐക്കൺസും സ്റ്റാർട്ട് ബാറും എല്ലാം ചേർന്ന ഫിഗേഴ്സ് മിസ് ഇട്ടിട്ടുണ്ട്. ഈ ഐക്കൺസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഫിഗേഴ്സാണ് നമ്മുടെ പ്രോഗ്രാമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫോണിലുള്ള പോലെ തന്നെ ചെറിയ ചെറിയ ഓരോ പ്രോഗ്രാമിനെ അനുബന്ധിച്ച് ഓരോ ഐക്കൺസും നമ്മുടെ ഡെസ്ക് ടോപ്പിലുണ്ടാകും. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നിവിടം കൊണ്ട് ക്ലാസ് നിർത്താം. നിങ്ങൾ പേജ് 18, 19, 20 ഇത്രയും പേജസ് നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. 3 times ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you.